ദോശ ഇട്, ഞാൻ എടുക്കാം. ആദ്യം ഒരെണ്ണം എടുക്കാം അല്ലേ? താങ്ക് യു. ചക്കക്കുരു ഇട്ടുണ്ട് സാമ്പാറിൽ. ചക്കക്കുരു സാമ്പാറാന്ന്. ആ, എനിക്ക് കൊണ്ട് ഒരു ചക്കക്കുരു അല്ലേ? കൊള്ളാം. സാമ്പാറൊക്കെ ഉണ്ട് നോട്ടെ അല്ലേ ദീപ? അങ്ങനെ ചട്നി സാമ്പാർ ടേസ്റ്റും ചട്നിയും കുഴപ്പമില്ല. അയ്യോ, പുളി ഉണ്ടല്ല. പുളി ഒഴിച്ചോളൂ. അമ്മയ്ക്ക് പുളി ഇഷ്ടമായിരുന്നേ. എനിക്ക് ചട്നി ഇഷ്ടമായോ? രണ്ടുപേരും പുളിക്കാരികളായതുകൊണ്ടാണ് നിങ്ങൾ സാമ്പാർ അടിപൊളിയെന്ന് പറഞ്ഞത്. ദീപുവിനും പുളി ഇഷ്ടം, അമ്മയ്ക്കും പുളി ഇഷ്ടമാണ്. ഇന്നത്തെ വീഡിയോ എന്താന്ന് പറയാമ്മ? നമ്മളെന്താ ഉണ്ടാക്കാൻ പോണ ദീപോ? ആ പറ. അരസിപ്പരിപ്പ് സാധനം എന്നുവെച്ചാല് അറിയാലോ നിങ്ങൾക്ക്? തമിഴിൽ പറയും നീ എന്തെങ്കിലും. അമ്മ ഒരു ദോശയൊക്കെ ഇട്. ഒരു ദോശ കൊണ്ടുവന്ന് പറഞ്ഞട്ടോ. ഒന്ന് പോതും. എന്ത് കണ്ടിപ്പാന്ന് വെച്ചാൽ തെറിയെന്ന് പറയാൻ പോകുന്നിരിച്ചമ്മ. ഇത്രയും പോകുന്നൊരു പീസ് ദോശ എടുക്കാം. എന്നിട്ട് അതിലേക്ക് സാമ്പാർ ഇങ്ങനെ പരട്ടുക, ചട്നി ഇങ്ങനെ വിളമ്പുക, എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് മടക്കി. ഓ, ചൂടേ, എൻ്റെ കിഡ്നി വരെ പുള്ളി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അരസി പരിപ്പ് സാദം. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം മുതലേ വളരെ എന്താ പറയുക ആക്റ്റീവായിട്ട് എപ്പോഴും നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഫാമിലി മെമ്പറാണ് രാഗി. രാഗി സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻ്റാണ് ആക്ച്വലി കൃതിക, അതുപോലെ കോക്കി. എല്ലാം അടിപൊളിയാണ്. എന്ത് സജഷൻസും ഫീഡ്ബാക്സൊക്കെ ചിലർ പറയുമ്പോൾ നമുക്കത് വളരെ നല്ല രീതിയിൽ ഗുണകരമായിട്ട് വരാറുണ്ട്. രാഗി തന്ന റെസിപ്പിയാണ് നമ്മൾ ഫോളോ ചെയ്യണേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംഗതി അടിപൊളിയാണ്. തമിഴ് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് തമിഴ്നാട്ടിൽ പോവുക, അവിടുത്തെ ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അധികം ചാൻസസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഭാവിയിൽ നമ്മൾ ഒരുപാട് തമിഴ് കന്നഡ ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാദമൊക്കെ പ്രിപ്പയർ ചെയ്യണത്. തൈര് സാദം കഴിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ തൃശ്ശൂരിൽ നിന്ന്. പക്ഷേ തമിഴ്നാട്ടിൽ പോയി കഴിക്കുമ്പോൾ അതൊരു വേറെ വൈബാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അടിപൊളി സാമ്പാറായിട്ട് കിട്ടമ്മ. ഇതിപ്പോൾ 1 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് പരിപ്പും കൂടിയിട്ട് 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാറ്റാം. ഈ വെള്ളം എടുക്കണ്ടേ? എന്തിനാ പുതിയ വെള്ളം ഒഴിച്ചാൽ പോരെ? എല്ലാം റെഡിയല്ലേ? ഇപ്പം തന്നെ കാണാൻ എന്തൊരു ഐശ്വര്യം. ആ അരിയും പരിപ്പും കൂടി അങ്ങോട്ട് അല്ലേ ദീപ? പച്ചക്ക് തിന്നാൻ പറ്റും അരിയും പരിപ്പും. ഇരട്ടിയോളം. അതിന് മുമ്പേ നമുക്ക് ആദ്യം കടുക് പൊട്ടിച്ച് പരിപാടികൾ ആരംഭിക്കാം. നെയ്യാണോ? ഒരു സ്വല്പം എണ്ണ ഒഴിക്കുക. ഒരു ചെറുതായിട്ട് ഒഴിച്ചോ മതി. കുറച്ച് അധികം നെയ്യ് ഒഴിച്ചോ. നെയ്യ് കുറച്ചുകൂടി ഒഴിച്ചോ. ഞാൻ ഇതിലേക്ക് കടുക് ഇട്ടോ. അച്ചൽമുളക്,
അവിടെ ജീരകം ഇവിടെ ജീരകമല്ല മറ്റേ ജീരകം ജീരകം ഒരു 1/4 ടീസ്പൂൺ അര ടീസ്പൂൺ ഇട്ടാൽ മതി. എടുത്തോട്ടോ വേട്ടോ ഒരു കപ്പ് ഉള്ളി ഇട്ടോ, കുറച്ചധികം ഉള്ളി ഇട്ടോ. അടിപൊളി നന്നായി വഴണ്ട് വരട്ടെ. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടാൽ മതി. ഇഞ്ചി അവർ പറഞ്ഞിട്ടില്ല, വെളുത്തുള്ളി ഇടും. ഇല്ല ഇഞ്ചി ഇഞ്ചി ഇടുക ആണെങ്കിൽ ഒരു നുള്ള അങ്ങനെ നിങ്ങൾ ഒരു കഷ്ണം അങ്ങനെ ഇട്ടാൽ മതി വയറിന്. ഓക്കെ മതി. വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് കിട്ടോ. ഓക്കെ നിൽക്കട്ടെ, നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. തക്കാളി ഇട്ടോ, തക്കാളി കുറച്ച് ഉപ്പിട്ടോ, 1 ടീസ്പൂൺ ഇട്ടോ. കേട്ടോ ഇത് അറിയല്ലേ, 1 ടീസ്പൂൺ ഉപ്പ് അല്ലേ. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ കേട്ടോ. ഓക്കെ നന്നായിട്ട് മതി. 2 മിനിറ്റ് മസാല ഒന്ന് അങ്ങോട്ട് ശരിയാവട്ടെ, പച്ചമണം അങ്ങോട്ട് പോട്ടെ. ഇത് നമുക്കിനി കുക്കറിലേക്ക് മാറ്റാം. വേപ്പില എന്നിട്ട് ഇട്ടാൽ മതി, കുഴപ്പമില്ല. കുക്കറിലേക്ക് മാറ്റിക്കുന്നത് കംപ്ലീറ്റ് മാറ്റിയ. ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച മോളെ. ഇതിൽ കറിവേപ്പില ഇട്ടോ. കറിവേപ്പില മതി. കഴുകി വെച്ചിട്ടുള്ള അരി, ഒരല്പം കായട്ട മതി. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നന്നായിട്ട് തിളക്കട്ടല്ലേ. അമ്മ വേർക്കണൊക്കെ ചൂട് കാരണം നല്ല ചൂടല്ലേ. ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടാ. ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി അല്ലേ. 2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത്. യെസ്, എന്നിട്ട് നന്നായി മിക്സ് ചെയ്തോ. ഇരുപത് മിനിറ്റ് ആകുമ്പോൾ വേവല്ലേ അമ്മ? വേണമെങ്കിൽ തീയൊന്നൊരു പൊട്ടിക്ക് കുറച്ച് വെച്ചോട്ടാ. സാമ്പാർ സാദം സാമ്പാർ സാദം അല്ലല്ലോ, എന്നിട്ടാ പരിപ്പ് സാദം. പരിപ്പ് സാദം അല്ലല്ലോ, പരിപ്പരസി. അരിസി പരിപ്പ് സാദം. 10 പ്രാവശ്യം പറയും. അരിസി പരിപ്പ് സാദം. 10 പ്രാവശ്യം പറയും. അരിസി പരിപ്പ് സാദം. അരിസി പരിപ്പ് സാദം. അയ്യോ മതി. അമ്മ മൂടി വയ്ക്കണ്ട. അമ്മ മൂടി വെച്ചോ. കുറച്ച് നേരം മൂടി വെച്ചിട്ട് കുറച്ചൊരു തുറന്ന് നോക്കാം അല്ലേ. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇത്തിരി കുറവാണ്, അപ്പോൾ 1 ടീസ്പൂൺ കൂടി ചേർക്കാം. ചേർക്കട്ടെ 1 ടീസ്പൂൺ. ഓക്കെ, മല്ലിയില ഇട്ടാ? മല്ലിയില കൂടി ഇട്ടോ. അത് ഒരു പിടി മല്ലിയിലാണ് നല്ല നൈസായിട്ട് അങ്ങോട്ട് വിതറും. യെസ്, ഇട്ടോ. ഓക്കെ, ഇളക്കണ്ട, പിന്നെ മിക്സ് ചെയ്യൂ. ഒന്ന് ശരിക്ക് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആവണം. ഉപ്പുണ്ടോ? കുറവാ.
ഇഞ്ചിടണ്ട. ഉപ്പ് കുറവല്ല നോട്ടെ ചേട്ടൻ നോട്ടെ, നിൻ്റെ ഉപ്പ് നോക്കൽ എനിക്കറിയണല്ലേ. ആ പോയി ഓപ്പേട്ടെ അതിരുന്ന് കൃഷിയത് കട്ടവും മതി ഉപ്പ് മതി. കട്ടവും സൂപ്പറായിട്ട്. ഈ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കണം എന്നാണ് പറയണത്. എന്നാൽ പിന്നെ കുറച്ചും കൂടി കൂടെ നെയ്യ് ഇവിടെ തൂവി അങ്ങോട്ട് കൊടുക്കാം. ആ അത് നന്നായിട്ട് പറ്റിക്കുക. നെയ്യ് കൂടണം എന്നാ പറയണേ. നല്ല മണം വരുന്നുണ്ടല്ലേ. ഒരു അടിപൊളി നല്ല ഹെൽത്തി സംഭവം എന്നല്ല പറഞ്ഞത്. ഇതിന് ശരിക്കും വെജിറ്റബിൾസ് ഒക്കെ ഇടാം. അവന് ഒന്ന് അവിടെ മൂടിച്ചാൽ വരെ കുറച്ച് നേരം കൂടി മൂടിക്കാം. ഓക്കെ, നല്ല ചൂടുണ്ട്. ആ കൊണ്ടോട്ട മുളക് വേണം എന്തായാലും. ആ ഒരു കൊണ്ടാട്ട മുളക് വെച്ചു. ഒരെണ്ണം വെച്ചോ മുളക്. ഇത് താങ്ക് യു. കുറച്ച് തൈരില്ലേ ദീപോ? ആ പപ്പടം മതി മതി മതി, ബാക്കി പിന്നെ എടുക്കാമല്ലോ. കുറച്ചുള്ളല്ലേ തൈര്? കുറച്ച് മതി, കുറച്ച് തൈര്. ആ ഇതിലേക്ക് വയ്ക്കട്ടെ അമ്മയ്ക്ക്. അച്ചാറുണ്ടല്ലേ? കുറച്ച് തൈര് കൂട്ടുമ്പോഴുണ്ടല്ലേ? കുറച്ച് അച്ചാർ ഇരിക്കട്ടെ. ദീപു നോക്കിയൊക്കെ ആദ്യം വെറുതെ കഴിച്ചു നോക്ക്, പിന്നെ തൈര് കൂട്ടി കഴിച്ചു നോക്ക്. തൈര് കൂട്ടുണ്ടല്ലേ? ആ അച്ചാർ കൂട്ടി കഴിച്ചു നോക്കിയേ. നല്ല നെയ്യൊക്കെ ഇട്ട അരസി പരിപ്പ് സാധം. ഓ എന്താ ചൂടല്ലേ. സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ അമ്മ? പരിപ്പിൻ്റെ ടേസ്റ്റും എല്ലാം ഉണ്ട്, നെയ്യുടെ ടേസ്റ്റ് ഉണ്ട്. ഇത് കലക്കിയിട്ടാ, ഇതെനിക്കിഷ്ടമായി. തൈര് കൂട്ടി ഇത്തിരി കഴിച്ചോട്ടാ നോക്കട്ടാ. തൈര് കൊള്ളാം. ഓക്കെ, രസല്ലേ? കൊണ്ടാട്ടം അച്ചാറൂട്ടാം. കൊണ്ടാട്ടം അടിപൊളിയാട്ടാ. ഈ അച്ചാറ്, ശകലം പപ്പടം. വേറെ കറിയിടൊന്നും ആവശ്യമില്ല. വളരെ കംഫർട്ടായിട്ടുള്ളൊരു ഫുഡ് അല്ലേ അമ്മ? ഇത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ വയറിനും മനസ്സിനും എല്ലാം ഒരു സുഖം. അടിപൊളിയുണ്ട്. ആ കുറച്ച് റൈസ് ഇട്ടോ. എനിക്ക് തോന്നി നിങ്ങൾ വിട്ടാ. അമ്മ സാധാരണ നമ്മുടെ അത്തണ്ട ഇത് ഇഷ്ടമായിട്ട് എന്നേക്ക്. അമ്മയ്ക്ക് വളരെ ഇഷ്ടവും. അമ്മയ്ക്കും അമ്മയുടെ പ്രായമുള്ള അമ്മമാർക്കൊക്കെ വളരെ ഇഷ്ടവും. അടിയിലത്തെ റൈസ് എടുക്കുമ്പോൾ നല്ല ഫ്ലവർ ഉണ്ട്. ഇതിപ്പോൾ എല്ലാത്തിൻ്റെ ടേസ്റ്റാണ്. ജീരകത്തിൻ്റെ ജീരകമൊക്കെ നല്ല ഇത് മണം. സൂപ്പറായിട്ട്. തൈര് സാധല്ലേ എനിക്ക് ഇഷ്ടമല്ല, ഇത് നല്ല ഇഷ്ടമായി. ഏതാന്ന് കാപ്പി ക്ലബിൽ ഇത് നല്ല അടിപൊളിയാ. എനിക്ക് രണ്ടും ഇഷ്ടമായി. തൈര് സാധനം ഇഷ്ടമായി. രണ്ടാമത്തെ സാധനം എൻ്റെ അരസിപ്പരിപ്പ് സാധനം അതും ഇഷ്ടമായി. ഇതോ എനിക്ക് ഇഷ്ടമായി അല്ലേ? ഭൂരിപക്ഷം അഭിപ്രായം. എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഓട്ടെ. അപ്പം അടുത്ത സാധനം നോക്കുമ്പോൾ വരെ ഇതായിരിക്കും ഒന്നാം സ്ഥാനം. ഇതാണ് നമ്മുടെ രാഗി നമുക്കായിട്ട്
അയച്ചു തന്നിട്ടുള്ള റെസിപ്പി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് ഫോട്ടോസാണ് അയച്ചിട്ടുള്ളത്. ഏതൊക്കെ നെയ്യ് ഉപയോഗിക്കണം, എന്തൊക്കെ, എങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ അരസി പരിപ്പ് സാദം ചെയ്തത്. വേർത്ത് കുളിച്ചു, ചൂട്, ഭയങ്കര ചൂട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അരസി പരിപ്പ് സാദം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തമിഴ് ടേസ്റ്റുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. നമുക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ. ദീപുന് എന്തെങ്കിലും പറയണ്ട? വെറൈറ്റി ടേസ്റ്റ് പറഞ്ഞതിന് രാഗി ചേച്ചിക്ക് താങ്ക് യു. അത് പറയണ്ടായിരുന്നു അല്ലേ? അപ്പോൾ രാഗിക്കും രാഗിയുടെ ഫാമിലിക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ബൈ.